റോഡിലെ വലിയ കുഴികൾ കാരണം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുന്നു. നിലമ്പൂർ ചന്തക്കുന്നിലും വെളിയംതോടുമുള്ള റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾ ഈ ഭാഗത്ത് നിർത്തി സാവധാനം പോവേണ്ട സാഹചര്യമായതിനാലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുന്നത്. ഇടതടവില്ലാതെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാതയാണിത്. രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ റോഡിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള തിരക്കാണ് ഇവിടെയുള്ളത്. ഇതിനിടയിലാണ് റോഡിലെ കുഴികൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നത്. റോഡിലെ കുഴികളിൽ മെല്ലെ ഇറങ്ങിക്കയറുന്ന ചെറുവാഹനങ്ങളുടെ പിന്നിൽ വരുന്ന ബസ്സുകൾക്ക് ഏറെ സമയം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നിർത്തിയിടേണ്ടി വരുന്നതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണ്. കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് റോഡും കുഴികളും തിരിച്ചറിയാനാവാത്ത വിധത്തിലായതിനാൽ ചെറുവാഹനങ്ങൾക്ക് ഏത് സമയവും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. റോഡിന്റെ അടിഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മഴക്കാലമാകുമ്പോൾ ഈ ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന റോഡ് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള റോഡിലെ കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റോഡിന്റെ നിലവിലെ ശോചനീയാവസ്ഥയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ലെന്നും റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ പറഞ്ഞു. നിലമ്പൂരിലെ അന്തർ സംസ്ഥാന പാതയായ KNG റോഡിൽ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് റോഡുകൾ ചെറുതും വലുതുമായ വലിയ കുഴികൾ രൂപപ്പെട്ട് ചില ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ്. ഇരുചക്രവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണ്. ഈ റോഡ് കുഴികളടച്ച് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ PWD അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും പോകുന്ന ചെറുവാഹനങ്ങളും മറ്റു വാഹനങ്ങളും അന്യസംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഇതുവഴി കടന്നു പോകുന്നത്. മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേതാണ് കുഴികളേതാണെന്നറിയാതെ ചെറുവാഹനങ്ങളൊക്കെ ചാടുന്ന അവസ്ഥയാണുള്ളത്. റോഡ് അറിയുന്ന ചെറുവാഹനങ്ങൾ കുഴികളിൽ മെല്ലെ ഇറക്കി കയറിപ്പോകുന്ന സമയത്ത് പിന്നിൽ വരുന്ന ബസ്സുകൾക്കും അതുപോലെ തന്നെ അത്യാവശ്യ വാഹനങ്ങളായ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്കും പോകാൻ കഴിയാതെ ഏറെ സമയം മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇത് സംബന്ധിച്ച് PWD റോഡ് സെക്ഷൻ എഞ്ചിനീയർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.